ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പേരുള്ള ഒരു പേപ്പറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കടക്കുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനാണ്. ഇതിൻ്റെയൊക്കെ മുന്നോട്ടായിട്ട് നമ്മൾ സിലബസ് ജസ്റ്റ് ഒന്ന് ഒരു ഓവർവ്യൂ പോലെ ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ്, എത്ര മൊഡ്യൂൾസുകളുണ്ട്, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൻ്റെ അകത്തേക്ക് നമുക്ക് ഇറങ്ങാം. നമ്മളെ സിലബസിൻ്റെ ഒരു PDF രൂപമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു വെച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നമുക്ക് പ്രധാനമായിട്ട് 5 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് 5ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ എൻഡഡ് മൊഡ്യൂളാണ്. അപ്പോൾ അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് 4 യൂണിറ്റുകൾ നമുക്ക് ഡീറ്റെയിലായിട്ട് അവിടെ നോക്കാനായിട്ടുണ്ട്. അതിനകത്ത് 1ാമത്തെ മൊഡ്യൂളിൻ്റെ അകത്ത് നമുക്ക് 6 യൂണിറ്റുകളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ അകത്ത് എയുടെ ഇൻട്രൊഡക്ഷനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെഫിനിഷൻ, അതേപോലെ അതിൻ്റെ റിയൽ ലൈഫ് അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഹിസ്റ്ററി, അതേപോലെ എന്താണ് ഈ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്, എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, അതേപോലെ റേഷണാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ അകത്ത് പഠിക്കാനുണ്ടാവുക. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ AI റിലേറ്റഡ് പ്രോബ്ലം സോൾവിങ്ങിൻ്റെ അകത്തേക്ക്, അതായത് പ്രോബ്ലം സോൾവിങ്ങിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഇപ്പം ടോയ് പ്രോബ്ലം, റിയൽ വേൾഡ് പ്രോബ്ലം, ഇങ്ങനെയുള്ള പ്രോബ്ലം സോൾവിങ് കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ സെർച്ചിങ് സൊല്യൂഷൻസുകൾ പഠിക്കാനുണ്ട്. അതായത് ട്രീ സെർച്ച്, ഗ്രാഫ് സെർച്ച്, മെഷറിങ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നമ്മൾ കാണാം. പിന്നെ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, അതായത് നമ്മളതിനെ സിമ്പിളായിട്ട് BFS എന്ന് പറയും. അതുപോലെ ഡെപ്ത് ഫസ്റ്റ് സെർച്ച്, DFS, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഹ്യൂറിസ്റ്റിക് സെർച്ച്, ദെൻ മാപ്പ് കളറിംഗ് പ്രോബ്ലം, അതേപോലെ തന്നെ പാത്ത് കൺസിസ്റ്റൻസി ആൻഡ് കൺസിസ്റ്റൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ അകത്ത് വരിക. ദെൻ തേർഡ് മൊഡ്യൂളിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നോളജ് റെപ്രസെൻറ്റേഷൻ, അതായത് നോളജ് റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയും. അതായത് നമ്മളെ നോളജിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുള്ള, അതായത് നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെയുള്ള ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻ ഏത് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള കോൺസെപ്റ്റാണ് ഈ നോളജ് റെപ്രസെൻറ്റേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് ആ നോളജ് റെപ്രസെൻറ്റേഷൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ഓർഡർ ലോജിക്ക്, അതുപോലെ ലോജിക്കിൻ്റെ ഡെഫിനിഷൻ, പ്രൊപ്പോർഷണൽ ലോജിക്ക്, അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്ന സാധനങ്ങളാണ്, സെമാൻറ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നോളജ് റെപ്രസെൻറ്റേഷൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുണ്ടാവുക. ദെൻ അതിനുശേഷമുള്ള ഫോർത്ത് മൊഡ്യൂളിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ AIയുടെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ, അതുപോലെ അതിൻ്റെ ഫ്യൂച്ചറും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക്, അതിൻ്റെ റിസ്കുകൾ, അതുപോലെ നമ്മൾ AI നമ്മൾ കറൻലി പോയിക്കൊണ്ടിരിക്കുന്ന കൃത്യമായ ഒരു റൈറ്റ് ഡയറക്ഷനിൽ കൂടിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 4ാമത്തെ മൊഡ്യൂളിൻ്റെ അകത്ത് പഠിക്കുക. പിന്നെ ഓപ്പൺ എൻഡ് മൊഡ്യൂളാണുള്ളത്. ഓപ്പൺ എൻഡ് മൊഡ്യൂളിൻ്റെ അകത്ത് നമുക്ക് AIയുടെ എവല്യൂഷൻ, അതേപോലെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എല്ലാ ടോപ്പിക്കുകളും പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് സിലബസ് ഒന്ന് ജസ്റ്റ് കാണിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നമ്മൾ 1ാമത്തെ മൊഡ്യൂളിൻ്റെ അകത്തേക്ക് പോവാം. ഓക്കെ, അതായത് ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മളിപ്പോൾ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ കാണാറുള്ള, നിങ്ങൾക്ക് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആപ്ലിക്കേഷൻസും ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്ത പല ആപ്ലിക്കേഷനും നമ്മളിപ്പം യൂസ് ചെയ്യുന്നുണ്ട്. ChatGPT, പിന്നെ അതേപോലെ ഗൂഗിളിൻ്റെ ജെമിനി, അതേപോലെ നിങ്ങൾ വാട്സപ്പിൻ്റെ അകത്ത് തന്നെ വാട്സപ്പിൻ്റെ മെറ്റ AI, ഇങ്ങനെയുള്ള ഒരുപാട് AI ടൂൾസുകൾ നിങ്ങൾ നിലവിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ടേം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ AI ഷോർട്ടായി വിളിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടേം
ഇന്നത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കോമൺ ആയിട്ട് കേൾക്കാറുള്ളൊരു ടേമാണ്. എന്താണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം, എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ആ കോൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് കൃത്യമായി കിട്ടിയാൽ മാത്രമേ നമുക്ക് അതുമായിട്ട് റിലേറ്റുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് എൻ്റെ ഉദ്ദേശം, ഈ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റിലേക്ക്, എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയ നിങ്ങളിലേക്ക് കൺവിൻസ് ചെയ്യിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത് എനിക്കുള്ളത്. അപ്പം ആ ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറേ കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് പറയും. എന്നിട്ട് നമ്മൾ അവസാനം നമുക്ക് എക്സാമിനൊക്കെ എഴുതാൻ വേണ്ട തരത്തിലൊരു ഡെഫിനിഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മളെ തന്നെ സ്വയം വിളിക്കുന്നൊരു പേരാണ് നമുക്കറിയാം, ഹോമോ സാപ്പിയൻസ് എന്നുള്ളത്. ഹോമോ സാപ്പിയൻസ് എന്നാണ് നമ്മളുള്ള സ്വയമേ വിളിക്കുന്നത്. അപ്പം ഈ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, നമ്മളെ സ്വയം വിശേഷിപ്പിക്കുന്ന ഈ ഒരു വാക്കിൻ്റെ അർത്ഥം നമുക്ക് എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നമ്മളെ ഹ്യൂമൺ എന്ന വാക്കിൻ്റെ ലാറ്റിൻ വേർഡാണ് ആക്ച്വലി ഹോമോ എന്നുള്ളത്. ഹ്യൂമൺ എന്ന് പറയുന്ന വാക്കിൻ്റെ ലാറ്റിൻ വേർഡാണ് ഹോമോ എന്നുള്ളത്. അതേപോലെ വൈസ് എന്ന് പറയുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടാവും. വൈസ് അതായത് അറിവുള്ളത് എന്ന അർത്ഥം വരുന്ന ഒരു ലാറ്റിൻ പദമുണ്ട്. അറിവുള്ളത് അല്ലെങ്കിൽ വൈസ് എന്ന് പറയുന്ന ഒരു അർത്ഥം വരുന്ന ഒരു ലാറ്റിൻ പദമുണ്ട്. ആ ലാറ്റിൻ പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വാക്കാണ് സാപ്പിയൻസ് എന്ന് പറയുന്നത്. അതായത് സാപ്പിയൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സിംപ്ലി വൈസ് എന്നാണ്. അപ്പം മൊത്തത്തിൽ നമ്മൾ ഇതിനെ ചേർത്ത് വായിച്ചാൽ, അതായത് ഹോമോ സാപ്പിയൻസ് നമ്മൾ ഇതിനെ മൊത്തത്തിൽ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വൈസ് ഹ്യൂമൺ, അല്ലെങ്കിൽ നമ്മളതിനെ മാൻ ദ വൈസ് എന്ന് പറയും. ഇതാണ് ഈ ഒരു ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. വൈസ് ഹ്യൂമൺ അല്ലെങ്കിൽ മാൻ ദി വൈസ് എന്നാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ നമ്മളിവിടെ ആലോചിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് നമ്മളെ ഹോമോ സാപ്പിയൻസ് അല്ലെങ്കിൽ വൈസ് മാൻ എന്ന് വിളിക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ ഹോമോ സാപ്പിയൻസ് അല്ലെങ്കിൽ വൈസ് മാൻ എന്ന് വിളിക്കാൻ കാരണം, ഇതിന്റെ പ്രധാന കാരണം നമ്മളുടെ ഇന്റലിജൻസ് ആണ്, അല്ലെ? നമുക്കുള്ള ഇന്റലിജൻസ് ആണ് മറ്റു ജീവികൾ നമ്മൾ വ്യത്യസ്തമാകുന്നത്, അല്ലെ? അതായത് നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമുക്ക് ചുറ്റുമുള്ള മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഈ ഒരൊറ്റ ഘടകമാണ്, അല്ലെ? ബാക്കി ജീവികൾക്കൊന്നും ഇല്ലാത്ത ലെവലിൽ ഇന്റലിജൻസ് നമുക്കുണ്ട്, അല്ലെ? അപ്പം ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം ഒരു ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഇന്റലിജൻസ് ആയിട്ടുള്ള മനുഷ്യൻ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ഇന്റലിജൻസ് ആയിട്ട് ചിന്തിക്കുന്നത്, അതേപോലെ ആ ചിന്തയെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അവൻ്റെ റിയൽ ലൈഫിൽ അവൻ ആക്ട് ചെയ്യുന്നതെന്നും ആക്ട് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അല്ലെ? ഒരു മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവൻ എങ്ങനെയാണ് ചിന്തേനെ ബേസ് ചെയ്തിട്ട് ഒരു ആക്ഷൻ ചെയ്യുന്നത്, ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ തന്നെ സ്വയം കുറേ വർഷങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മളെ മുൻ തലമുറയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് മനുഷ്യന്റെ ഈ ഒരു ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നതെന്ന കാര്യം. അതായത് ഈ ഒരു കാര്യം, മനുഷ്യന്റെ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ ചുറ്റുപാടും, നമ്മളെ വേൾഡ്, നമ്മുടെ ലോകം, അല്ലെ? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള വിവിധമായിട്ടുള്ള ജീവജാലങ്ങളും കാര്യങ്ങളും, എന്താ പറയുക, ഗ്രഹങ്ങളും, അങ്ങനെ സൂപ്പർനോവ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ വലുതുമായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന വളരെ കുഞ്ഞു ബ്രെയിനുള്ള, ഒരു ചെറിയ ബ്രെയിനുള്ള ഒരു ജീവിയാണ് നമ്മുടെ മനുഷ്യൻ, അല്ലേ? ഈ ഒരു ബ്രെയിൻ,
നമ്മളെ തലക്കകത്ത് കിടക്കുന്ന ഈ ഒരു ബ്രെയിൻ എങ്ങനെയാണ് കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നതും അതേപോലെ മനസ്സിലാക്കുന്നതും അതേപോലെ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് പ്രഡിക്ഷൻ നടത്തുന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രിഡിക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ ഈ ബ്രെയിൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ ഉള്ള ശ്രമം നമ്മൾ ഒരുപാട് വർഷം മുന്നേ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പിൽക്കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഐഡിയയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. എങ്ങനെ ചിന്തിക്കും എന്നൊക്കെ ആലോചിച്ച് പല ശാസ്ത്രജ്ഞന്മാർ പലതരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ഈ ഒരു കാര്യത്തിലേക്ക് നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ പിന്നീട് ആ ഒരു പാതയിലൂടെ സഞ്ചരിച്ചതിൻ്റെ പിൽക്കാല ഫലമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി അതിനെ ഷോർട്ടാക്കിയിട്ട് AI എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ AI എന്ന ഫീൽഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്, ആ വാക്കിനുള്ള അർത്ഥം എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡെഫിനിഷൻ അല്ല പോകുന്നത്. AI എന്ന് പറയുന്ന ഒരു ഫീൽഡ് അല്ലെ, AI ഫീൽഡിനാണ് AI ഫീൽഡ്. ആ ഫീൽഡ് കൊണ്ടെന്നാണ് അർത്ഥമാക്കുന്നത് നോക്കാം. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഫീൽഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല, അതുകൂടാതെ പലതരം സാഹചര്യങ്ങളിൽ എങ്ങനെ എഫക്റ്റീവായി അതേപോലെ സേഫായി ആക്ട് ചെയ്യണം എന്ന് കമ്പ്യൂട്ട് ചെയ്യാം. കമ്പ്യൂട്ട് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, കാൽക്കുലേറ്റ് എന്നാണ്. അപ്പൊ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് കമ്പ്യൂട്ട് ചെയ്യാനുള്ള മെഷീനിനെ നിർമ്മിക്കൽ കൂടിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഫീൽഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഇൻ്റലിജൻസ് എന്താണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല, അതുകൂടാതെ പലതര സാഹചര്യങ്ങളിൽ എങ്ങനെ എഫക്റ്റീവായും, അതൊരു വാക്കിനോട് ഇമ്പോർട്ടൻസ് ഉണ്ട്, എങ്ങനെ എഫക്റ്റീവായും അതേപോലെ സേഫായിട്ടും ആക്ട് ചെയ്യാം, എങ്ങനെ എഫക്റ്റീവായിട്ടും സേഫായിട്ടും ആക്ട് ചെയ്യാം എന്ന് കമ്പ്യൂട്ട് ചെയ്യാനുള്ള മെഷീനിനെ നിർമ്മിക്കൽ കൂടിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഫീൽഡ് ഉൾക്കൊള്ളണം. അപ്പം ഈ ഒരു മെഷീനിന്, അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ട് ചെയ്യുന്ന മെഷീനിനെ നമ്മൾ സാധാരണ ഇൻ്റലിജൻറ്റ് എൻറ്റിറ്റീസ് എന്ന് കൂടെ വിളിക്കും കേട്ടോ. കമ്പ്യൂട്ട് ചെയ്യുന്ന മെഷീൻ നമ്മൾ ഇൻ്റലിജൻസ് എൻറ്റിറ്റി എന്ന് കൂടെ വിളിക്കുന്നു. ഇതിൻ്റെ അകത്ത് പറഞ്ഞു AI എന്ന് പറയുന്ന ഫീൽഡ് ഇൻ്റലിജൻസ് എന്താണെന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതേപോലെ തന്നെ പല സാഹചര്യങ്ങളിൽ എങ്ങനെ എഫക്റ്റീവായും സേഫായും ആക്ട് ചെയ്യണം എന്ന് കമ്പ്യൂട്ട് ചെയ്യാനുള്ള മെഷീനിനെ നിർമ്മിക്കൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ പല സർവേകളും നടത്തുന്നുണ്ട്. അപ്പോൾ പല സർവേകളും നമ്മൾ AI എന്ന് പറയുന്ന ഫീൽഡിനെ, പറഞ്ഞിട്ടുള്ള AI എന്ന് പറയുന്ന ഫീൽഡിനെ റാങ്ക് ചെയ്യുന്നത്. നമ്മൾ AI എന്ന് പറയുന്ന ഒരുപാട് ഫീൽഡുകൾ നമുക്ക് നിലവിലുണ്ടെന്ന് അറിയാം. അപ്പോൾ അതിൽ കൂട്ടത്തിൽ വരുന്ന AI എന്ന് പറയുന്ന ഫീൽഡിനെ അവർ റാങ്ക് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിങ്ങും അതുപോലെ വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഫീൽഡായിട്ടാണ്. അപ്പം AI എന്ന് പറയുന്നത് നമുക്കറിയാം, AI അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലാണ് ഇപ്പം നിലവിലുള്ളത്. ഇപ്പം നിലവിൽ തന്നെ AI ഓൾറെഡി $1 ട്രില്യൺ മുകളിൽ റവന്യൂ ഉണ്ടാക്കി തരുന്ന ഒരു മേഖലയാണ് നിലവിൽ. നമ്മൾ അത്രയും റവന്യൂസ് പല മേഖലയിലുള്ള ആൾക്കാർക്കും AI എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും റവന്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം മനുഷ്യൻ, നമ്മളെ ഹ്യൂമൻസ് ഇന്നേ വരെ കണ്ടുപിടിച്ചതിൽ വെച്ചതിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന മേഖല കൂടിയാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കേട്ടൊരു പേരുണ്ടാവും, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എക്സ്പേർട്ട് ഉണ്ട്, ഒരു എന്താണ് കൈഫു ലീ എന്ന് പറയുന്നൊരു
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു എ എക്സ്പേർട്ട് ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു എ എക്സ്പേർട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു AI എന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ ഫ്യൂച്ചറിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നൊരു മേഖലയാണെന്നാണ് ഈ ഒരു കൈഫൂലി എന്ന് പറയുന്ന എ എക്സ്പേർട്ട് നമ്മളോട് പറയുന്നു. പിന്നെ അവിടെയുള്ള ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അതിൻ്റെ അതിർവരമ്പുകൾ വളരെ ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ഈ ഒരു മേഖലയെ നമുക്ക് എന്താണ് നമ്മളെ ഇൻ്റലക്ച്വലിൻ്റെ ഏത് എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ അതായത് നമ്മൾ ഹ്യൂമൻസിന് എന്താണ് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം അല്ലേ, നമ്മളെ ഹ്യൂമൻസിന് എന്ത് ചെയ്യണ്ടടാ, നമുക്കൊരു ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ചെയ്യാനും ചിന്തിക്കാനും ഒരു പരിധിയുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ ബ്രെയിനിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഭാവിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മളൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഫിസിക്സ് വിദ്യാർത്ഥി, ഒരു ഫിസിക്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഗലീലിയോ, അതേപോലെ ന്യൂട്ടൺ, ഐൻസ്റ്റീൻ തുടങ്ങിയ ഒരു ഫിസിക്സിലെ ബെസ്റ്റ് ഐഡിയകളൊക്കെ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്നൊരു തോന്നലുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയല്ല നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഫീൽഡിലുള്ളത്. ഫിസിക്സുമായിട്ട് പറയുന്നത്, ഫിസിക്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഫിസിക്സിലേക്ക് വളരെ ഐഡിയാസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരാണ് ഈ ഗലീലിയോ, ന്യൂട്ടൺ, ഐൻസ്റ്റീൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരുടെ സംഭാവനകളൊക്കെ ഫിസിക്സിൻ്റെ അകത്തുള്ള ബെസ്റ്റ് ഐഡിയ, ഫിസിക്സിൻ്റെ അകത്ത് വന്നിട്ടുള്ള ബെസ്റ്റ് ഐഡിയാസ് ആണെന്ന് ഒരു ഫിസിക്സ് വിദ്യാർത്ഥിക്ക് തോന്നാം. പക്ഷേ നമ്മൾ AI എന്ന് പറയുന്ന ഫീൽഡിൻ്റെ അകത്തേക്ക് വരുമ്പോൾ AIയുടെ അവസ്ഥ ഇങ്ങനെയാണ്. അതായത് AIയുടെ ബെസ്റ്റ് ഐഡിയാസ് ഇന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം AIക്ക് ഒരു ഫുൾ ടൈം മാസ്റ്റർ മൈൻഡ് വർക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്. അങ്ങനെ ഒരു ഓപ്പണിങ്, വൈഡായിട്ടുള്ള ഓപ്പണിങ് AIക്ക് ഇപ്പോൾ നിലവിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ഒരുപാട് സബ് ഫീൽഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ജനറൽ ഫീൽഡുകൾ, അതേപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഫീൽഡുകൾ, ഇങ്ങനെ ജനറൽ സ്പെസിഫിക് ഫീൽഡൊക്കെ AIക്കകത്ത് സബ് ഫീൽഡായിട്ട് ഒരുപാട് വരുന്നുണ്ട്. അതായത് ജനറൽ ഫീൽഡ് കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ലേണിംഗ്, പഠിക്കുക, അതേപോലെ റീസണിങ് മീൻസ് യുക്തിവാദം, അതേപോലെ പെർസെപ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ജനറൽ ഫീൽഡ് എന്നാണ് പറയുക. ലേണിംഗ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ലേണിംഗ്, അതുപോലെ റീസണിങ്, പെർസെപ്ഷൻ തുടങ്ങിയവ നമുക്ക് എന്താ പറയാം AIയുടെ സബ് ഫീൽഡാണ്. ഇങ്ങനെ AIയുടെ ജനറൽ സബ് ഫീൽഡാണ്. ഇനി സ്പെസിഫിക് സബ് ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ചെസ്സ് കളിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ തിയറം പ്രൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പോയട്രി എഴുതുന്നു, അല്ലെങ്കിൽ ഒരു കാർ ഓടിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡിസീസിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ളൊക്കെ എന്താണ് സ്പെസിഫിക് ഫീൽഡുകളാണ്. പിന്നെ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മൾ AIൻ്റെ സബ് ഫീൽഡായിട്ട് ഒരുപാട് ജനറൽ ഫീൽഡുകളുണ്ട്, അതേപോലെ സ്പെസിഫിക് ഫീൽഡുകൾ വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഇൻ്റലക്റ്റ് വെച്ചിട്ടുള്ള, അതായത് നമ്മൾ നിലവിൽ ചെയ്യുന്ന ഏത് ഇൻ്റലക്ച്വൽ ടാസ്കിനും റിലവൻ്റ് ആയിട്ട് വരുന്ന ഒരു മേഖലയായി AI മാറുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഏത് ടാസ്ക് നമ്മളെ ഇൻ്റലക്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് ടാസ്ക് എടുത്താലും അവിടെ AIക്ക് വലിയ റിലവൻസ് ഉണ്ട്. അപ്പോൾ അതായത് നമുക്ക് നമ്മളെ ഹ്യൂമൻ ഇൻ്റലിജൻസ് വെച്ചിട്ട് ചെയ്യാൻ കഴിയുന്ന ഏത് കാര്യവും നമുക്ക് AI എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിലവിൽ നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്റ്റെൻറ്റിലേക്ക് നമ്മൾ മാറും. അതായത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്, പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയാണ് തെങ്ങുമൽ കാറ്റ്, അല്ലെങ്കിൽ നിലം തുടക്കൽ. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ മെഷീൻസുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽസുകൾ, മെഷീൻസുകളെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ആ ഒരു ഇൻ്റലക്റ്റ് വെച്ച് ചെയ്യുന്ന ഡ്യൂട്ടികൾ തീരുകയാണ്. അപ്പോൾ അതേപോലെ പല ഹോസ്പിറ്റലുകളിൻ്റെ അകത്തും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും സർജറി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പം
റോബോട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ഇന്റലക്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടാസ്കുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ AI എന്ന് പറയുന്ന ഫീൽഡിനെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഫീൽഡിനെ നമുക്ക് യൂണിവേഴ്സൽ ഫീൽഡ് എന്ന് വിളിക്കാം. യൂണിവേഴ്സൽ ഫീൽഡ്. എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഫീൽഡ് എന്ന് വിളിക്കുന്നത്? യൂണിവേഴ്സൽ ഫീൽഡ് വിളിക്കാൻ കാരണം എത്രയേ ഉള്ളൂ, നമ്മൾ AI എന്ന് പറയുന്നത് എന്താണ്, ഏത് ഇന്റലക്ച്വൽ ടാസ്കിലും റിലവൻ്റ് ആയി വരുന്നൊരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് ടാസ്കും, ഇനി ഇന്റലക്ച്വൽ ഏത് ടാസ്കും നമുക്ക് AI വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യിക്കാൻ പറ്റും. സോ അവിടെയൊക്കെ ഇനി ഭയങ്കര റിലവൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്, യൂണിവേഴ്സൽ ഫീൽഡ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ മീൻസ് എന്താ, യൂണിവേഴ്സൽ, എല്ലാ സ്ഥലത്തും അപ്ലിക്കബിൾ ആയിട്ടുള്ളത് യൂണിവേഴ്സൽ ഫീൽഡ് ആയിട്ടാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മളെ AI-യുടെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് എക്സാമിന് വേണ്ട തരത്തിൽ, എക്സാമിന് വാട്ട് ഈസ് AI എന്ന് ചോദിച്ചാൽ എഴുതി വെക്കാൻ പാകത്തിലൊരു ഡെഫിനിഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം ആ ഡെഫിനിഷൻ്റെ ഡെപ്തിലേക്ക് നമുക്ക് ഇറങ്ങി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, പരിശോധിക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പല ഡെഫിനിഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ് ഞാൻ ഇവിടത്തേക്ക് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഇങ്ങനെയാണ്, ജസ്റ്റ് ഞാൻ വായിക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് ദി ടെക്നോളജി that enables machines to simulate human intelligence, performing tasks that typically require human cognitive function like learning, problem solving and decision making. ഇത്രയേ ഉള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജി എന്ത് ചെയ്യുന്നു, മെഷീൻസിനെ എന്ത് ചെയ്യുന്നു, ഹ്യൂമൻ ഇൻ്റലിജൻസിനെ സിമുലേറ്റ് ചെയ്യാൻ. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം സിമുലേറ്റഡ് കാർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പം ഹ്യൂമൻ ഇൻ്റലിജൻസിനെ സിമുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സിമുലേറ്റ് ചെയ്യിക്കാൻ പറ്റും. എന്ത് വെച്ചുകൊണ്ട്, AI വെച്ചുകൊണ്ട്. അപ്പം AI-യുടെ എയിം എന്താണ്? AI-യുടെ എയിം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ചിന്തിക്കാൻ പറ്റുന്ന, അതായത് തിങ്ക് ചെയ്യാൻ പറ്റുന്ന മെഷീൻസിനെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. മെഷീൻസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ മെഷീൻ, ചിന്തിക്കാൻ കഴിയുന്ന മെഷീൻസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് AI-യുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം, മെഷീനിനെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം ചെയ്യിക്കുക എന്നാണ് ഈ ടെക്നോളജി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് എ ടെക്നോളജി. എന്തിനു വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാ? മെഷീൻസിന് എന്ത് ചെയ്യാൻ, ഹ്യൂമൻ ഇൻ്റലിജൻസിനെ സിമുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ മിമിക് ചെയ്യാൻ വേണ്ടിയിട്ട്. മിമിക് ചെയ്യാന്ന് സിമുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഹ്യൂമൻസ് ഇൻ്റലിജൻസിനെ സിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഹ്യൂമൻ അവരെ ഇൻ്റലിജൻസ് വെച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെയ്യാൻ പറ്റണം. അതാണ് ഇതിൻ്റെ സിമുലേഷൻ എന്ന് പറയുന്നത്. ഒരു റിപ്പീറ്റേഷൻ, ഒരു മിമിക്കിങ്, ഇത് നമ്മൾ സിമുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ചെയ്യുന്ന ടാസ്കുകൾ എന്തായിരിക്കും, പഠിക്കുക അല്ലെ, കാര്യങ്ങൾ നമ്മളെ സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനെ പഠിക്കുന്നുണ്ട്, കുറേ ഡാറ്റാസ് നമ്മൾ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ വെച്ച ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ചില തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റണം, ലേൺ ചെയ്യാൻ പറ്റണം, അതേപോലെ പെർസീവ് ചെയ്യാൻ പറ്റണം, അതുപോലെ ലേൺ ചെയ്ത ഡാറ്റേനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം, അതേപോലെ പുതിയ കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ പറ്റണം. ഇങ്ങനെയുള്ള അഡാപ്റ്റേഷൻസ്, അതിന് നമ്മൾ അഡാപ്റ്റേഷൻസ് ഒക്കെ പറയാം, നമുക്ക് അങ്ങോട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹ്യൂമൻസ് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ സിമുലേറ്റ് ചെയ്യുക എന്നാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിംപ്ലി ഇറ്റ്സ് എ മിമിക്കിംഗ് ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹ്യൂമൻ ഇൻ്റലിജൻസിനെ മിമിക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ AI എന്ന് പറയുന്ന പേപ്പറിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ്, കുറച്ച് ബ്രേക്ക് ഡൗൺസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞതാണ് ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ഈ സിമുലേഷൻ, ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ സിമുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പം AI-യുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം കേട്ടോ, സിമുലേഷൻ എന്ന് പറയുന്നത് ഇസ് എ ഫോക്കസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കാരണം എന്താ, ഹ്യൂമൻ ഇൻ്റലിജൻസിനെ മിമിക് ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താ, അപ്പം ഒരു ലാംഗ്വേജ് പഠിക്കുക അല്ലേ. ഹ്യൂമൻ നമ്മൾ പഠിക്കുന്ന നമ്മൾ ചെറിയ കുട്ടികളായിട്ട് നമ്മൾ വളർത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും,
നമ്മളിപ്പം മലയാളം എന്ന് പറയുന്ന ഭാഷ മെല്ലെ മെല്ലെ പതിയെ പഠിച്ചു വേണം. പിന്നെ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, ഹിന്ദി പഠിച്ചവരുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ലാംഗ്വേജുകൾ പഠിച്ച് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. സോ ഈ ഒരു സാധനവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മെഷീനെ കൊണ്ട് സിമുലേറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഫീൽഡൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അതായത് നമ്മൾ ഹ്യൂമൻ ലാംഗ്വേജിന് എന്ത് ചെയ്യാൻ പറ്റണം, മെഷീൻസിന് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. അതേപോലെ പാറ്റേൺസുകൾ, നമ്മളിപ്പം പാറ്റേൺസുകളൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഇപ്പം 1 2 3 എന്നൊക്കെ നമ്മൾ നോട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ല ബോർഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് 1 ആണ്, ഈസ് എ പാറ്റേൺ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എഴുതി വെച്ച ചിത്രങ്ങളും രൂപങ്ങളൊക്കെ നമുക്ക് പാറ്റേൺസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഷേപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനെക്കൊണ്ടാണ് നമ്മൾ റെക്കഗ്നൈസിങ് പാറ്റേൺ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം സിമുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, സിമുലേഷൻ ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ് എയുടെ ഒരു ഫോക്കസ് ഏരിയയാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റം ഇത്രയേ ഉള്ളൂ. നമ്മൾ എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആക്ച്വലി വരുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്താണ്. നമ്മൾ എ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നിലവിലൊക്കെ ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ, അതിനെ കൊണ്ടുപോയി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പം ഈ കമ്പ്യൂട്ടർ ബേസിക്കലി കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. കമ്പ്യൂട്ടർ നമ്മൾ ബേസിക്കലി പ്രോഗ്രാം ചെയ്യാന്ന് പറയും അല്ലേ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന് എന്ത് ചെയ്തിട്ടുണ്ടാകും, പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാകും. അപ്പം നമ്മൾ ഇതിനെ പ്രോഗ്രാം ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ എന്താണ് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഒരു അഡിഷൻ, 2 നമ്പറിനെ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം, ആ ഒരു ടാസ്ക് നമുക്ക് ചെയ്യാൻ നമ്മൾ അത് എന്ത് ചെയ്യും, അതിനെ കൊണ്ട് എന്ത് ചെയ്യും, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോഗ്രാം ചെയ്ത് കമ്പ്യൂട്ടർ റൺ ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഡിവൈസാണ് കമ്പ്യൂട്ടർ നമുക്കറിയാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടർ നമ്മൾ പ്രോഗ്രാം ഇവിടെയും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടെ വരുന്ന സമയത്ത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ കമ്പ്യൂട്ടറിനെ പ്രോഗ്രാം ചെയ്യും. പക്ഷേ ഈ പ്രോഗ്രാം ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്ന ടാസ്കിന് അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഹ്യൂമൻ ഇൻ്റലിജൻസ് വേണം എന്ന് നമുക്ക് മുന്നേ തോന്നിയ ടാസ്കുകൾ ആണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രോഗ്രാം ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുക. അതായത് ഹ്യൂമൻ ഇൻ്റലിജൻസ് വേണമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ മാറ്റി പണ്ട് കാലത്ത് ഏരിയൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ മാറ്റി വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ അത്തരം ടാസ്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം ചെയ്തിട്ട് സോൾവ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു ബ്രേക്ക് ഡൗൺ ആണ് വേരിയസ് ടെക്നോളജീസ്. കുറേ ടെക്നോളജീസ് കൂടെ ഇതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. അതായത് ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ്. എന്താണ് നമുക്ക് മുന്നോട്ട് കാണാം, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ടെക്നോളജി, അതുപോലെ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്ന ടെക്നോളജി, അതേപോലെ ഞാനിപ്പോൾ പറഞ്ഞ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് NLP, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ കൂടെ വരുന്ന എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ടെക്നോളജീസ്. പിന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു ബ്രേക്ക് ഡൗൺ ആണ് അതിൻ്റെ ആപ്ലിക്കേഷൻ, എയുടെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ എയുടെ ആപ്ലിക്കേഷൻ നമുക്ക് സിലബസിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് വേറെ കാണാനുണ്ട്. അപ്പം എഐക്ക് എന്തുണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് സെൽഫ് ഡ്രൈവിംഗ് കാർ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പം ചൈനയിലൊക്കെ എന്തുണ്ട്, ഇവിടെ പോയി കഴിഞ്ഞാൽ സെൽഫ് ഡ്രൈവിംഗ് കാർ ഉണ്ട് അല്ലെ. സ്റ്റിയറിംഗ് ആളൊന്നും ഉണ്ടാവില്ല, സ്റ്റിയറിംഗ് ഒക്കെ ഓട്ടോമാറ്റിക് ഇത് തന്നെ എന്ത് ചെയ്യും, കറക്കിക്കോളും. മുന്നിലുള്ള വാഹനം കടന്നു പോകുന്ന റോഡിൻ്റെ അകത്ത് മുന്നിലുള്ള ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യും, തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അതിനാണ് നമ്മളെന്ത് പറയുന്നത്, സെൽഫ് ഡ്രൈവിംഗ് കാർ എന്ന് പറയുന്നത്. സെൽഫ് ഡ്രൈവിംഗ് കാർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷനാണ്. അതേപോലെ ഈ ഇമേജ് റെക്കഗ്നൈസ് ചെയ്യുന്ന പ്രോഗ്രാംസ്, ഇതൊക്കെ എന്താണ് എയുടെ ആപ്ലിക്കേഷനാണ്. അതേപോലെ വെർച്വൽ അസിസ്റ്റൻസ് കണ്ടിട്ടുണ്ടാവും. വെർച്വൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് വെർച്വൽ ഒരു അസിസ്റ്റൻസ് ഉള്ളതുപോലെ ഒരു കസ്റ്റമറിനെ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിന് എന്ത് ചെയ്യുക, ഒരു അസിസ്റ്റ് ചെയ്യുക, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അസിസ്റ്റൻ്റ് ആയിട്ട്. നമ്മളൊരു ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലേ, ഒരു മൊബൈൽ ഷോപ്പിൻ്റെ അകത്ത് മൊബൈൽ ഫോൺ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൈജി ഇങ്ങനെയുള്ള ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ കുറേ ആൾക്കാർ അവിടെ ഉണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊരു പേഴ്സൺ ആണ് ആക്ച്വലി. പക്ഷെ വെർച്വൽ അസിസ്റ്റന്റ് ഉദ്ദേശിക്കുന്നത്, വെർച്വൽ എന്ന് പറഞ്ഞാൽ എന്താ, വാക്കിൻ്റെ അർത്ഥം എന്താ, റിയൽ അല്ലാത്തത് അല്ലേ, മനുഷ്യനല്ലാത്ത ഒരു AI ചാറ്റ് ബോട്ടോ അല്ലെങ്കിൽ ഒരു റോബോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനാണ് നമ്മൾ വെർച്വൽ അസിസ്റ്റന്റ് എന്നുള്ള അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ആണ് പ്രധാനമായിട്ട് ഏക്കുള്ളത്. സെൽഫ് ഡ്രൈവിംഗ് കാർ, ഇമേജ് റെക്കഗ്നേഷൻ, അതുപോലെ വെർച്വൽ അസിസ്റ്റൻസ്, ഇങ്ങനെയൊക്കെ കുറേ ആപ്ലിക്കേഷൻസ് എന്നും കയറി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബ്രേക്ക് ഡൗൺസ് ആണ് അതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഫീൽഡിൻ്റെ അകത്ത് വരുന്നത്. സിമുലേഷൻ,
കമ്പ്യൂട്ടർ സിസ്റ്റം, അതുപോലെ ഒരുപാട് ടെക്നോളജീസ്, മെഷീൻ ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, ഡീപ്പ് ലേണിംഗ്, ഇങ്ങനെയുള്ള കുറേ ടെക്നോളജീസ്, അതേപോലെ AI ആപ്ലിക്കേഷൻസ്. നമ്മളിപ്പോൾ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, AI എന്താണെന്നുള്ളൊരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ടെക്നോളജിയാണ് അല്ലേ, എന്തിനു വേണ്ടിയിട്ട്? മെഷീനിനെ എന്തിക്കാൻ ഹ്യൂമൻ തിങ്ക് ചെയ്യുന്ന പോലെ, ഹ്യൂമൻ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഹ്യൂമൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനെ മിമിക് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് AI എന്നാണ് നമ്മൾ കൊടുത്തു വെച്ചിരിക്കുന്ന ഡെഫിനിഷൻ. അപ്പം ആ ഡെഫിനിഷൻ നമുക്ക് ഒന്നുകൂടെ ഡെപ്തായിട്ട് നോക്കാൻ, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ, എങ്ങനെയാണ് ആ ഡെഫിനിഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എന്താണ് ഈ AI കൊണ്ട് അർത്ഥമാക്കുന്നത്, വാട്ട് ഈസ് AI എന്ന് നോക്കാം. എന്താണ് ഈ വാട്ട് ഈസ് AI എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മളിപ്പോൾ നേരത്തെ പരിചയപ്പെട്ട ഒരു ഡെഫിനിഷൻ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ, the definition is not enough to express actually what this AI is. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുന്ന സമയത്ത് ഈ AI-യുടെ ഡിഫറെൻ്റ് വേർഷൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡിഫറെൻ്റ് വേർഷൻസ് നമ്മൾ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ റിസർച്ചേഴ്സ് പിന്തുടർന്നിട്ടുണ്ട്. അതിൽ വരുന്ന പല വേർഷൻസിൽ അതിൽ വരുന്ന ഒരു ഫോർമൽ ഡെഫിനിഷൻ, അതിൽ വരുന്ന ഒരു ഫോർമൽ ഡെഫിനിഷനാണ്, അല്ലെങ്കിൽ ഇൻ്റലിജൻസിന് അവർ കൊടുത്തിട്ടുള്ള ഒരു ഫോർമൽ ഡെഫിനിഷനാണ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഇൻ്റലിജൻസ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൊടുത്ത ഒരു ഡെഫിനിഷനാണ്. പല ഡെഫിനിഷനുകളുണ്ട്, അതിൻ്റെ അകത്ത് വരുന്ന നമ്മൾ 2-3 കാണും. അതിനകത്ത് കൊടുത്തിരുന്ന ഒരു ഫോർമൽ ഡെഫിനിഷനാണ് ഈ റാഷണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം അതായത് റാഷണാലിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമേ ഉള്ളൂ യുക്തിബോധം. മലയാളത്തിൽ നമ്മൾ യുക്തിബോധം എന്ന് പറയും. അപ്പം ഇത് ഒരു കൂട്ടം ആൾക്കാർ, ഒരു കൂട്ടം റിസർച്ചേഴ്സ് കൊടുത്ത ഫോർമൽ ഡെഫിനിഷനാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വാക്കിന്, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഐഡിയക്ക് കൊടുത്ത ഒരു ഫോർമൽ ഡെഫിനിഷനാണ് ഈ റേഷണാലിറ്റി എന്ന് പറയുന്നത്. ആര്? എല്ലാവരും അല്ല, ഒരു കൂട്ടം റിസർച്ചേഴ്സ് കേട്ടോ. നമ്മൾ പലരും പല മീനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്, നമുക്കതിലൊക്കെ കടന്നു പോകാനാണ്. അപ്പം ഈ റേഷണാലിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലൂസ്ലി സ്പീക്കിംഗ്, ഡൂയിങ് റൈറ്റ് തിങ്സ് എന്നാണ്. ഡൂയിങ് റൈറ്റ് തിങ്സ്. അതായത് ശരിയായ കാര്യങ്ങൾ എങ്ങനെയാണ് ശരിയായി മാറുന്നതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. ഡൂയിങ് റൈറ്റ് തിങ്സ് എന്നാണ് ഈ ഒരു റേഷണാലിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പല റിസർച്ചേഴ്സ് പല മീനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് റിസർച്ചേഴ്സ് കൊടുത്ത ഒരു മീനിങ് ആണ് ഇത് റേഷണാലിറ്റി എന്ന് പറയുന്ന മീനിങ് കൊടുത്തിട്ടുള്ളത്. മറ്റ് കുറച്ചുള്ള റിസർച്ചേഴ്സുകൾ, കുറച്ച് റിസർച്ച് പേഴ്സൺസുകൾ കൊടുത്തൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഇന്റേണൽ തോട്ട് പ്രോസസ്. internal thought process and reasoning. ഇതാണ് മറ്റു ചില ഗ്രൂപ്പ് ഓഫ് റിസർച്ചേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറയുന്നത്. അപ്പം ഇന്റേണൽ തോട്ട് പ്രോസസ് ആൻഡ് റീസണിങ്, ഈ ഒരു പ്രത്യേകത, ഇന്റേണൽ തോട്ട് പ്രോസസ് ആൻഡ് റീസണിങ്, ഈ ഒരു പ്രത്യേകതയാണ് അവർ എന്ത് ചെയ്തത് ഇന്റലിജൻസ് എന്ന് വിളിച്ചിട്ടുള്ളത്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വിളിച്ചത് എന്താണ്? ഇന്റേണൽ തോട്ട് പ്രോസസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ഒരു സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകതയെ അവർ എന്ത് വിളിച്ചു? ഇന്റലിജൻസ് എന്ന് പറയുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്തു. മറ്റു ചില ഗ്രൂപ്പ് ഓഫ് റിസർച്ചേഴ്സ് ചെയ്ത കാര്യം, 2 ടൈപ്പ് ഓഫ് റിസർച്ചേഴ്സ് കൊടുത്ത ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ മൂന്നാമതുള്ളൊരു ടീം ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഇന്റലിജൻസിനെ വിളിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജന്റ് ബിഹേവിയറും എക്സ്റ്റേണൽ ക്യാരക്ടറൈസേഷനും ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ഡെഫിനിഷൻ കൊടുത്തത്. നമ്മളെ ഇന്റലിജന്റ് ബിഹേവിയർ, നമ്മളൊരു ഇന്റലിജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് അല്ലേ, ഇന്റലിജന്റ് ബിഹേവിയറും അതുപോലെ എക്സ്റ്റേണൽ ക്യാരക്ടറൈസേഷനും ഫോക്കസ് ചെയ്തിട്ട് പല ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പല റിസർച്ചേഴ്സ്, പല ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, പല രീതിയിൽ നമ്മളെ ഇന്റലിജൻസ് എന്ന് പറയുന്ന വാക്കിന്
മീനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്തരം ഡെഫിനേഷനുകളിൽ നമുക്ക് പ്രധാനമായിട്ട് 2 ഡയമെൻഷനുകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഒരുപാട് ഡെഫിനേഷൻ നമുക്ക് അതിലൊക്കെ നമുക്ക് കടന്നു പോകുന്നില്ല. നമുക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന പല ഡെഫിനേഷൻ്റെ അകത്തൊന്നും നമുക്ക് 2 പ്രധാനപ്പെട്ട 2 ഡയമെൻഷനുകളാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം അതിൻ്റെ അകത്ത് ഒന്നെന്ന് പറയുന്നത് ഹ്യൂമൺ വേഴ്സസ് റാഷണലും, അതേപോലെ തോട്ട് വേഴ്സസ് ബിഹേവിയർ. ഹ്യൂമൺ വേഴ്സസ് റാഷണൽ എന്താ നമ്മൾ പറഞ്ഞു, ബിഹേവിയർ എന്ന് പറഞ്ഞു, ഒരു ടീം ഓഫ് കൊടുത്ത ഡെഫിനേഷനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഡയമെൻഷനുകളാണ് നമുക്ക് ഈ 2 ഡയമെൻഷനിലാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു 4 ടേമുകൾ ഈ ഒരു ഡയമെൻഷൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് 4 കോമ്പിനേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഇതിൻ്റെ അകത്ത് ഹ്യൂമൺ, റാഷണൽ, തോട്ട്, ബിഹേവിയർ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ മേക്ക് 4 കോമ്പിനേഷൻസ്. അപ്പം ഈ 4നും അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന 4 ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള റിസർച്ച് പ്രോഗ്രാം നമ്മൾ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഹ്യൂമൻ ഇൻ്റലിജൻസ് നമ്മൾ പിന്തുടരുക, അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ല അതിനുള്ള ഡെഫിനേഷൻ കൊടുക്കുക, അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഈ കോൺസെപ്റ്റിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഗ്രഹിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ എംപിരിക്കൽ സയൻസ്, അതായത് നമ്മൾ എംപിരിക്കൽ സയൻസ് എന്ന് പറയുന്നത് സൈക്കോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവപരമായ സയൻസ് എന്നൊക്കെ നമ്മളതിനെ മലയാളത്തിൽ പറയും. സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ എംപിരിക്കൽ സയൻസിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഒബ്സർവേഷൻ, അതേപോലെ ഹൈപ്പോത്തസിസ്, അതേപോലെ ആക്ച്വൽ ഹ്യൂമൻ ബിഹേവിയർ, ഹ്യൂമൻ്റെ തോട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഈ ഒരു സൈക്കോളജിക്കലായുള്ള കാര്യം കൂടാതെ ഇതിൻ്റെ മറുഭാഗത്ത് എന്താണ് നമ്മളെ മാത്തമാറ്റിക്കൽ എഞ്ചിനീയറിങ്ങും, അതേപോലെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സും, കൺട്രോൾ തിയറിയും, എക്കണോമിക്സും, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരും. അപ്പോൾ ഇത്തരം മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന പല പേഴ്സൺസുകളാണ് അല്ലേ, ഇതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ട്, അതായത് ഫിസിക്സ് ആയും പിന്നെ എന്താണ് സൈക്കോളജി ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറേ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടാവും. അതേപോലെ മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കുറേ പീപ്പിൾസ് ഉണ്ടാവും, സ്റ്റാറ്റിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, എക്കണോമിക്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ കണക്ട് ചെയ്തുകൊണ്ടിട്ട് ഇവരൊക്കെ പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ ഡെഫിനിഷൻ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് നമ്മൾ ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഡെഫിനേഷനിൽ ഇവർ പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്യും, ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് ജസ്റ്റ് അതൊരു ഹിസ്റ്ററിക്കകത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു 4 ഒരു പോസിബിൾ കോമ്പിനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ 4 അപ്രോച്ചസാണ് നമുക്ക് നമ്മുടെ സിലബസിൻ്റെ അകത്ത്, അല്ലെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അവയ്ക്ക് പേര് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹ്യൂമൻ വേഴ്സസ് എന്താണ് നമ്മൾ പറഞ്ഞത്, ഹ്യൂമൻ വേഴ്സസ് റാഷണലും, അതുപോലെ തോട്ട് വേഴ്സസ് ബിഹേവിയർ. ഈ 4 കോമ്പിനേഷനാണ് പറഞ്ഞത്. 4 കോമ്പിനേഷൻ ബേസ് ചെയ്തിട്ട് 4 അപ്രോച്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 അപ്രോച്ചസിന് എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, റിസർച്ച് പ്രോഗ്രാമുകൾ ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പല റിസർച്ചേഴ്സും അതുമായിട്ട് അനുബന്ധിച്ച് പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പല പ്രോഗ്രാംസുകളും അതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 4 അപ്രോച്ചുകളാണ് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കാനുള്ളത്. അപ്പം അവയുടെ പേര് നമ്മൾ എയുടെ ടെർമിനോളജിയിൽ ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ ആ അപ്രോച്ചസിന് നമുക്ക് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, അവരുടെ പേരുകൾ എന്തൊക്കെയാണ് നോക്കാം. അതിൽ വരുന്ന ആദ്യത്തെ 4 അപ്രോച്ചുകളുള്ളത്, അതിൽ വരുന്ന ആദ്യത്തെ അപ്രോച്ചിൻ്റെ പേരാണ് ആക്ടിങ് ഹ്യൂമൻലി. ഇതിന് ആക്ടിങ് ഹ്യൂമൻലി ഉദ്ദേശിക്കുന്നത് നമ്മളെന്താ ട്യൂറിംഗ് ടെസ്റ്റ് അപ്രോച്ച് എന്ന് പറയും. രണ്ടാമത്തെ അപ്രോച്ചാണ് തിങ്കിങ് ഹ്യൂമൻ.
cognitive modeling approach. Next one, thinking rationally. എന്താണ് റാഷണൽ എന്ന് പറയുന്ന സാധനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാഷണൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിങ്കിങ് റാഷണലി എന്ന് പറഞ്ഞാൽ എന്താണ്? തോട്ട് അപ്രോച്ചിന്റെ ലോ, ദ ലോസ് ഓഫ് തോട്ട് അപ്രോച്ച്. അതേപോലെ നാലാമത്തത് ആക്ടിങ് റാഷണലി. എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വാക്കിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഇത്ര പറയുന്നത് 4 എന്താണ് അപ്രോച്ചസ് ഉണ്ട് എന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓരോന്നും നമുക്ക് എന്താണെന്ന് 1 by 1 ആയിട്ട് എടുത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആക്ടിങ് റാഷണലി എന്താണ്? ദ റാഷണൽ ഏജന്റ് അപ്രോച്ച് ആണ്. റാഷണൽ ഏജന്റ് അപ്രോച്ച്. ഈ 4 അപ്രോച്ചുകളാണ് നമ്മൾ ആ പറഞ്ഞിട്ടുള്ള പോസിബിൾ 4 കോമ്പിനേഷൻ. ഈ 4 അപ്രോച്ചസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ വേഴ്സസ് റാഷണൽ, അതേപോലെ തോട്ട് വേഴ്സസ് ബിഹേവിയർ. ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയ 4 പോസിബിൾ കോമ്പിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് 4 അപ്രോച്ചസ് ആണ് നമ്മൾ ഇപ്പം റിസർച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന പ്രധാനമായിട്ടും നമ്മൾ റിസർച്ച് കണ്ടിന്യൂ ചെയ്യുന്ന റിസർച്ചേഴ്സ് ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മേഖലകൾ എന്ന് പറയുന്നത് ഈ ഒരു 4 അപ്രോച്ചുകളിലാണ്. ഒന്ന് ആക്ടിങ് ഹ്യൂമൻലി, ദ ട്യൂറിംഗ് ടെസ്റ്റ് അപ്രോച്ച്. രണ്ടാമത്തത് തിങ്കിങ് ഹ്യൂമൻലി, ദ കോഗ്നിറ്റീവ് മോഡലിംഗ് അപ്രോച്ച്. മൂന്നാമത്തത് തിങ്കിങ് റാഷണലി, ദ ലോസ് ഓഫ് തോട്ട് അപ്രോച്ച്. നാലാമത്തത് ആക്ടിങ് റാഷണലി, ദ റാഷണൽ ഏജന്റ് അപ്രോച്ച്. ഈ 4 കാര്യങ്ങളും എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. ഇത് എക്സാമിൻ്റെ അകത്ത് ചോദിക്കാനുള്ള കാര്യങ്ങളാണ്, ചോദിക്കാവുന്ന സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് ഓരോന്നും 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ, അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സബ്ജക്റ്റിൻ്റെ കുറേ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വർക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, അതിൽ പല സബ്ജക്റ്റുകളും ഇൻവോൾവ്മെൻറ്റുകൾ, സൈക്കോളജിക്ക് ബന്ധമുണ്ട്, എന്താണ് മാത്തമാറ്റിക്സുമായിട്ട് ബന്ധമുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്, എക്കണോമിക്സുമായിട്ട് ബന്ധമുണ്ട്. ഇങ്ങനെ പല മേഖലയിലെ ആൾക്കാരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല വാദങ്ങളും ഈ ഒരു ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വാക്കിന് മീനിങ് കൊടുക്കുന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം പലതരത്തിലുള്ള ഡെഫിനിഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് പല എന്താണ് നമ്മൾ ചുരുക്കി എന്ത് ചെയ്തു 4 അപ്രോച്ചുകളിൽ എത്തിച്ചേർന്നു. ആ 4 അപ്രോച്ചുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ആക്ടിങ് ഹ്യൂമൻലി, തിങ്കിങ് ഹ്യൂമൻലി, തിങ്കിങ് റാഷണലി, ആക്ടിങ് റാഷണലി. ഇതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ